നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ബഹളത്തിനിടെ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് അജണ്ട പാസാക്കിയതായി അറിയിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സമീപനമാണ് ആലപ്പുഴ നഗരസഭാ ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശന കവാടത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റമുണ്ടാക്കിയതായി മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ബഹളത്തിനിടെ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് അജണ്ട പാസാക്കിയതായി അറിയിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. വെള്ളിയാഴ്ച ചേർന്ന ആലപ്പുഴ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം പ്രതിപക്ഷ ഭരണ അംഗങ്ങളുടെ ബഹളത്തിൽ കലാശിച്ചു. ബഹളത്തിനിടെ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് വെള്ളിയാഴ്ചത്തെ അജണ്ട പാസാക്കിയതായി കൗൺസിൽ യോഗത്തെ അറിയിക്കുകയും തുടർന്ന് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായും അറിയിച്ചു. നഗരസഭാ ബഡ്ജറ്റ് അവതരണത്തെ തുടർന്നുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 22 പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുത്ത നടപടി തീർത്തും അപലപനീയമാണെന്നും ഇത് സംബന്ധിച്ച് നഗരസഭാ അധ്യക്ഷ വിശദീകരണം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കൗൺസിൽ യോഗത്തിന്റെ അജണ്ട മാത്രമായിരിക്കും ആദ്യം ചർച്ച ചെയ്യുകയെന്ന് നഗരസഭാ അധ്യക്ഷ അംഗങ്ങളെ അറിയിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഒന്നടങ്കം മുദ്രാവാക്യങ്ങൾ മുഴക്കിയതോടെ ഭരണകക്ഷി അംഗങ്ങൾ നഗരസഭാ അധ്യക്ഷയ്ക്ക് അനുകൂല മുദ്രാവാക്യങ്ങളും മുഴക്കി. ഇതോടെ കൗൺസിൽ ഹാൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ മുദ്രാവാക്യം വിളികളാൽ ബഹളത്തിലേക്ക് പോയതോടെ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് അജണ്ട പാസാക്കിയതായി അറിയിച്ച് കൗൺസിൽ ഹാളിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സമീപനമാണ് ആലപ്പുഴ നഗരസഭാ ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു പറഞ്ഞു. പ്രതിപക്ഷത്തെ മാനിക്കാതെയും പ്രതിപക്ഷാംഗങ്ങളുടെ അവകാശങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സമീപനമാണ് ആലപ്പുഴ നഗരസഭ ഭരിക്കുന്ന UDF ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു ആരോപിച്ചു. വെള്ളിയാഴ്ച ചേർന്ന നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തെ തുടർന്ന് അജണ്ട പാസാക്കി യോഗം പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് നഗരസഭയുടെ മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു VG വിഷ്ണു. അവസരം തുടർച്ചയായി നിഷേധിക്കപ്പെടുകയാണ്. ഈ കൗൺസിലിനകത്ത് നല്ല നിലയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നിരിക്കെ ഞങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുകയും ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ നിരന്തരമായി സ്വീകരിക്കുകയാണ്. ജനാധിപത്യപരമായി ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ ആലപ്പുഴയിൽ നിന്നും പോലീസിനെ വിളിച്ചു വരുത്തുക, നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ നഗരസഭക്കകത്തേക്ക് വലിച്ചു കയറ്റി ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന 22 കൗൺസിലർമാർക്കെതിരായി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സംബന്ധമായ വിശദീകരണം വേണമെന്നാണ് ഞങ്ങൾ ജനാധിപത്യപരമായി കൗൺസിലിനകത്ത് ആവശ്യപ്പെട്ടത്. പക്ഷെ വിശദീകരണം തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഭരണപക്ഷത്തിരിക്കുന്ന അംഗങ്ങൾ തുടർച്ചയായി ശ്രമിക്കുകയും ആരാധ്യയായ ചെയർപേഴ്സൺ നിരന്തരമായി ഞങ്ങൾക്കെതിരായി നിഷേധാത്മകമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറയുന്നു, ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും വലിയ വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ കേസെടുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നഗരസഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായി വരും ദിവസങ്ങളിലും പ്രതികരിക്കുമെന്നും VG വിഷ്ണു കൂട്ടിച്ചേർത്തു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശന കവാടത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നേരത്തെ ന്യൂസ് സ്റ്റാർ ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിലേക്കുള്ള പ്രധാന റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ഏറെ നാളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്ന റോഡിലൂടെ ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുവരുന്നതിന് ഏറെ പ്രയാസം നേരിട്ടിരുന്നു. മാത്രവുമല്ല, നിത്യവും സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്ക് കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് ന്യൂസ് സ്റ്റാർ ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ H. സലാം MLA പ്രത്യേക ഫണ്ടിൽ നിന്നും റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചാണ് ഇപ്പോൾ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രവേശന കവാടത്തിൽ നിന്ന് 117 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലും ഇന്റർലോക്ക് നിരത്തിയാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക.
റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സലാം MLA നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്തിരുന്നു. നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത് എസ് സാബു, ഓവർസിയർമാരായ KS ധന്യ, G ടിഷി എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റമുണ്ടാക്കിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാവേലിക്കര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റമുണ്ടാക്കിയതായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാവേലിക്കര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ ജില്ലയിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിയത്. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ കെട്ടിടത്തിനൊപ്പം ആവശ്യമായ ഉപകരണങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ആശുപത്രി ഉപകരണങ്ങൾക്കും മറ്റ് സജ്ജീകരണങ്ങൾക്കുമായി 28 കോടി രൂപയും അനുവദിച്ചു. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം മാറിയെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കരയുടെ ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തപ്പെടുന്ന മനോഹരങ്ങളായ സായാഹ്നങ്ങളിൽ ഒന്നായിരിക്കും ഇത്. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ ഒരു നാഴികക്കല്ല് നാം പിന്നിടുകയാണ്. മാവേലിക്കര ജില്ലാ ആശുപത്രി, അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, NHന്റെ സമീപത്ത് ട്രോമ കെയർ വളരെ മികച്ച സംവിധാനത്തിൽ ഒരുക്കിക്കൊണ്ട് ട്രോമ കെയർ സംവിധാനം നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം അങ്ങനെ പൂർത്തീകരിച്ച ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ, കിഫ്ബിയിലൂടെ നിർമ്മിക്കുമ്പോൾ കെട്ടിടം മാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും അതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഈ ഒരു ഘട്ടത്തിലെ മാത്രം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓരോ ജില്ലയിലും MS അരുൺകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, മാവേലിക്കര നഗരസഭാ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K മധുസൂദനൻ, C അനു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല രവീന്ദ്രൻ ഉണ്ണിത്താൻ, പ്രിയ വിനോദ്, രാജേഷ് കുമാർ, S ശോഭന, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അംബുജാക്ഷി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ T വിശ്വനാഥൻ, ബിനി ജെയിൻ, B രാജലക്ഷ്മി, അഡ്വക്കേറ്റ് അനില രാജു, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പുതിയ ഔദ്യോഗിക വസതി മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ റവന്യൂ ഓഫീസുകൾ സ്മാർട്ടാക്കി നവീകരിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പുതിയ ഔദ്യോഗിക വസതിയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. റവന്യൂ വകുപ്പ് ഓഫീസുകളും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളും മികച്ച രീതിയിൽ നവീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുവാൻ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കേണ്ടത് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പറഞ്ഞു. വകുപ്പിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഈ സേവനങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുവാൻ സർക്കാരിന് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ നഗരസഭയിലെ സിവിൽ സ്റ്റേഷൻ വാർഡിലുള്ള പുതിയ ഔദ്യോഗിക വസതി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ H സലാം MLA അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക ചുമതലകൾക്ക് പുറമെ ജില്ലയുടെയും പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെയും വികസന പ്രവർത്തനങ്ങളിൽ കളക്ടർ സജീവ സാന്നിധ്യമാണെന്നും MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, സബ് കളക്ടർ സമീർ കിഷൻ, വാർഡ് കൗൺസിലർ AM നൌഫൽ, ADM B ജ്യോതി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാടൻ മോക്ഷം നാടകത്തിന്റെ 75 വേദികൾ പിന്നിടുന്നതിന്റെ ആഘോഷവും പുരസ്കാര ജേതാക്കളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മരുതം തിയേറ്റർ ഗ്രൂപ്പ് സംസ്ഥാനത്തുടനീളം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാടൻ മോക്ഷം നാടകത്തിന്റെ 75 വേദികൾ പിന്നിടുന്നതിന്റെ ആഘോഷവും പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും നൽകി. ഗുരുപൂജ പുരസ്കാര ജേതാക്കളായ ശിവൻ അയോധ്യ, പറവൂർ വിശ്വനാഥൻ, പ്രമോദ് വെളിയനാട്, നിതീഷ് പൂക്കാട്, നിത കർമ്മ, ജയചന്ദ്രൻ തകഴിക്കാരൻ, ജോബു മഠത്തിൽ, മഹാദേവൻ, വിവേക് വിപിൻ ദാസ് എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. H സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഒരു സമൂഹത്തിലെ അത്തരം ഇടങ്ങളിൽ നമുക്ക് സാമൂഹ്യ നന്മയിലേക്ക് നയിക്കാനും മനുഷ്യരെ പ്രാപ്തമാക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കെല്ലാം കൂട്ടായിട്ടുണ്ട് എന്നൊരു കാഴ്ചപ്പാടിന്റെ ഫലമായിട്ട് പറയുന്നത് കഴിയും. അല്ലെങ്കിൽ ചെയ്ത ആരെയും സൃഷ്ടികളാണ് വളരെ അടിസ്ഥാനത്തിൽ ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കളയുന്ന ചില കാര്യങ്ങൾ തുറന്ന മനസ്സോടെ, തുറന്ന സ്ഥലത്തോടെ, ഉറച്ച സ്ഥലത്തോടെ.
ശശിധരൻ നടുവിൽ പുരസ്കാര ജേതാക്കളെ അനുമോദിച്ചു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മരുതം തിയേറ്റർ ഗ്രൂപ്പ് പ്രസിഡന്റ് K. മോഹൻകുമാർ അധ്യക്ഷനായി. പുനപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ശശി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. രാഹുൽ, മരുതം ഗ്രൂപ്പ് ട്രഷറർ MP ഗിരിപ്രസാദ്, ശാന്തിമോൾ, VK വിശ്വനാഥൻ, PC സിക്സ്റ്റസ് എന്നിവർ സംസാരിച്ചു. മരുതം ഗ്രൂപ്പ് സെക്രട്ടറി KB അജയകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യ 2026 എന്ന പേരിൽ ശാസ്ത്ര സാങ്കേതിക കലാ സാംസ്കാരിക മേള സംഘടിപ്പിച്ചു. ഇഗ്നു ഡയറക്ടർ ഡോക്ടർ രാജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. വൈവിധ്യ 2026 സാമൂഹിക പ്രവർത്തകൻ രാഹുൽ ഈശ്വറും ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യകളിൽ പ്രാദേശിക മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ചേർത്ത സാംസ്കാരിക സംയോജനം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിലെ അനിവാര്യതയാണെന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ രാജേഷ് പറഞ്ഞു. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്ര സാങ്കേതിക കലാ സാംസ്കാരിക മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ കൂടിയായ രാഹുൽ ഈശ്വർ വൈവിധ്യ 2026ന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് ചെയർമാൻ ജോസ് തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ V. അജിത് പ്രഭു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഡീൻ അക്കാദമിക്സ് ഡോക്ടർ മഞ്ജിത് കുമാർ, പ്രൊഫസർ ശരത്, വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ അൽഫിയ മാത്യു എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക മേഖലകളിലെ ആധുനികവൽക്കരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചയും നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ബഹളത്തിനിടെ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് അജണ്ട പാസാക്കിയതായി അറിയിച്ച് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സമീപനമാണ് ആലപ്പുഴ നഗരസഭാ ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശന കവാടത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റമുണ്ടാക്കിയതായി മന്ത്രി വീണ ജോർജ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.